നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും മീഡിയ സ്റ്റവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിൽ സന്തോഷം പങ്കിട്ട് സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾ. മുന്നണി നേടിയ വിജയം ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്നതായി സൗദിയിലെ പ്രവാസി സംഘടനാ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കിഴക്കൻ പ്രവിശ്യയിൽ നിന്നുള്ള പ്രവാസികളുടെ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിശകലനം ചെയ്തുള്ള അഭിപ്രായങ്ങൾ കാണാം. കേരള സർക്കാരുകൾ ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ രണ്ട് സർക്കാരുകൾക്കും എതിരെയുള്ള മതേതര ജനാധിപത്യ മുന്നണിയുടെയും മതേതര വിശ്വാസികളായ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും വിധിയാണ് ഈ തെരഞ്ഞെടുപ്പോട് നമുക്ക് ബോധ്യപ്പെടുന്നത്. മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത് വലിയ ഉദാഹരണമായി ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ചൂണ്ടിക്കാട്ടുകയാണ്. പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുകയാണ്. രണ്ട് ഏകാധിപതികൾ, ഇന്ത്യയിലെ ഭരണം മൊത്തത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഏകാധിപതിയും കേരളത്തിലെ ഭരണം പിണറായി വിജയനെ പോലുള്ള ഏകാധിപതിയും കൈയാളുമ്പോൾ ജനങ്ങൾ ഈ രണ്ട് ഭരണത്തിനെതിരെയുമുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ ഇലക്ഷൻ റിപ്പോർട്ട് വളരെയധികം സന്തോഷമുണ്ട്. രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവർ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്ത് നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ്. എന്തായാലും ഇന്ത്യ മുന്നണി കൂടി അധികാരത്തിലെത്തിയാൽ വളരെ സന്തോഷമായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ടെൻഷനാണ്. കാരണം നമുക്ക് വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ നടന്ന രാഹുൽ ഗാന്ധി ആ പുഞ്ചിരി മായാതെക്കാൻ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു ഇലക്ഷൻ റിപ്പോർട്ട് തന്നെയാണത്. ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. റിസൾട്ട് സന്തോഷം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ചെറിയൊരു സങ്കടം ഉണ്ട്, എന്നാലും സന്തോഷം. ജനാധിപത്യ ശക്തിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ വോട്ടർമാർ കൈയും മെയ്യും മറന്ന് ഇന്ത്യ മുന്നണിയെ സഹായിച്ച ഈ സാഹചര്യത്തിൽ ഈ ജനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ UDF ഇത്രയും മഹത്തമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകരെയും അവർക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ വടകരയിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ ഒരു പ്രതീക്ഷിച്ചൊരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു 60,000 ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത്. പക്ഷേ 1,15,000 എന്ന് പറയുന്ന വമ്പൻ ഭൂരിപക്ഷത്തിൽ ഷാഫിക്ക് അവിടെ തൂത്ത് വാരിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഷാഫിക്ക് എൻ്റെ കൂടെ കട്ടക്ക് ഞാനുണ്ട്. പല എന്താ പറയുക കുപ്രചനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് അല്ലേ ഷാഫിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ. ആ വർഗീയത എന്ന് പറയുന്നത് വടകരയിലെ ആൾക്കാർ ഒരിക്കലും വെച്ച് പൊറപ്പിക്കുന്ന ഒരു സംഗതിയല്ല. വടകരയിൽ ഒരു വടകരക്കാരൻ എന്നുള്ള എനിക്കത് വളരെ അഭിമാനത്തോട് പറയാൻ പറ്റും. കേരളത്തിനെ സംബന്ധിച്ച് നമുക്ക് വേദനയുണ്ടാക്കിയ ഒരു കാര്യം, ഒരു താമര ആദ്യമായിട്ട് വിരിഞ്ഞു. അത് വിരിഞ്ഞത് തൃശ്ശൂരാണ് എന്നുള്ള സങ്കടം എനിക്കുണ്ട്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ച് ഒരിക്കലും കിട്ടേണ്ട ഒരു സീറ്റല്ല അത്. കാരണം പരസ്പരം എന്താ പറയുക, ഒരു ജയിക്കും BJPക്ക് വോട്ട് പോവും എന്നുള്ള ധാരണയിൽ ഒരുപാട് മിതവാദികളായ ആളുകൾ, നമുക്കറിയാം ഒരുപാട് എല്ലാ സ്ഥലത്തുണ്ടാവും. രണ്ട് പാർട്ടിയിലും ഇല്ലാത്ത ആളുകൾ അവരുടെ വോട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാവും. അവർ BJP ജയിക്കുമെന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തെങ്കിൽ പോലും നമുക്കെല്ലാവരും നമ്മൾ പച്ചയായി കണ്ടതാണ്. ഈ ഒരു ഇലക്ഷന് മുമ്പ് BJPയെ ജയിപ്പിക്കാൻ വേണ്ടി കൂടിയ ചർച്ചയും തൃശ്ശൂർ വെച്ച് നടന്ന ചർച്ചയും CPM നേതാക്കളും BJP നേതാക്കളും തമ്മിലുള്ള ചർച്ചയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരുപാട് വോട്ടുകൾ അവർ മറിച്ചു കൊടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കാണുന്നു. അതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപിക്ക് ഇത്ര വലിയ മാർജിനിൽ അവിടെ ജയിക്കാൻ സാധിച്ചത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷം അതിൻ്റെ എല്ലാ മിഷനറികളും ഉപയോഗിച്ചുകൊണ്ട് വളരെ തെറ്റായ പ്രചരണങ്ങൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെതിരെയും ഉയർത്തിവിടുകയും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്കറിയാം പൊന്നാനിയിൽ നിർത്തിയ സ്ഥാനാർത്ഥിയെ പോലും നമുക്ക് അറിയാൻ സാധിക്കും. അദ്ദേഹത്തെ സമദാനി സാഹിബിനെതിരെ മത്സരിച്ച അദ്ദേഹത്തിന് സമദാനി സാഹിബ് പണ്ട് പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഓർമ്മ വരുന്നത്. വെറും ചായക്കോപ്പയിലെ തിരമാലയെ മാത്രമായിരുന്നു ഹംസ എന്നുള്ളത് മനസ്സിലാക്കാൻ അവിടുത്തെ പ്രവർത്തകർ LDFൻ്റെ പ്രവർത്തകരെ മനസ്സിലാക്കിയപ്പോഴും അവരുടെ നേതൃത്വം മനസ്സിലാക്കിയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തെളിവാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ മലപ്പുറത്തും എല്ലാവിധ കൊണ്ടുകൂടിയ പ്രചരണങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികൾക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം ലീഗിൻ്റെ
ലീഗിൻ്റെ കൊടിയെപ്പോലും മോശമാക്കുന്ന രൂപത്തിലുള്ള ചിത്രീകരണങ്ങൾ, വളരെ വർഗീയമായിട്ടുള്ള ചിത്രീകരണങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതെല്ലാം അസ്ഥാനത്താണ് എന്ന് ജനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. കോട്ടയം എന്ന് പറയുന്നത് ഒരു UDFന്റെ തന്നെ ഒരു കുത്തകയാണ്. പണ്ടുതൊട്ടേ UDFന്റെ കുത്തകയായിട്ടുള്ള മണ്ഡലം തന്നെയാണ് കോട്ടയം. അപ്പം തോമസ് ചാഴികാടൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞ പോലെ UDF മുന്നണിയിലായിരുന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിക്കാനായിട്ട് സാധിച്ചത്. ഇടതുമുന്നണിയിലേക്ക് വന്നപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരവും എല്ലാം കൂടെ വന്നപ്പോൾ 85,000 ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് വിജയിക്കുകയാണ് ഉണ്ടായത്. പ്രവാസ ലോകത്ത് KMCCയുടെ ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് ഇപ്രാവശ്യം മലപ്പുറം ജില്ല കാഴ്ചവെച്ചത്. എല്ലാവർക്കും അറിയാം, ഇവിടെ നിന്നും വോട്ട് വിമാനം ആദ്യമായി നാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് മലപ്പുറം ജില്ല KMCCയുടെ ആദ്യത്തെ സംരംഭമാണ്. ആ ഓരോ പ്രവർത്തനങ്ങളും KMCC നടത്തിയത് എത്രത്തോളമാണെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത്രത്തോളം ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി വലിയൊരു വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതിന് വോട്ട് ചെയ്ത എല്ലാ വോട്ടർമാർക്കും മലപ്പുറം ജില്ലാ KMCCയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ത്യ സഖ്യം വളരെ വലിയൊരു മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ മോഡിയുടെ വിദ്വേഷ പ്രസംഗങ്ങൾ, അതേപോലത്തെ ഒരുപാട് ജനങ്ങൾക്ക് വിദ്വേഷം വളർത്തുന്ന കാര്യങ്ങളാണ് മോഡി പ്രചാരണത്തിൽ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതിനേറ്റ വലിയൊരു തിരിച്ചടിയാണ് ഈ ഇന്ത്യ മുന്നണി നടത്തിയ മുന്നേറ്റം. എന്തായാലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. നമ്മൾ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നാണ്. കോഴിക്കോട് ഇവർ തൃശ്ശൂരാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ നമ്മളെ രാഘവേട്ടൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒരുപാട് സീറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ NDA സ്ഥാനാർത്ഥി നമ്മുടെ ഒരു വോട്ട് നില വളരെ കൂടുതലും കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊരു ചെറിയ സങ്കടം അതിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ആവേശത്തോടെയാണ് ഒമാനിലെ പ്രവാസി ഇന്ത്യക്കാർ ഏറ്റെടുത്തത്. എക്സിറ്റ് പോൾ ഫലങ്ങളെ നിരാകരിക്കുന്ന ഫലമായിരിക്കും വോട്ടെണ്ണൽ നടക്കുമ്പോൾ ഉണ്ടാകുക എന്ന മുൻ വിലയിരുത്തൽ യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ. ഫലപ്രഖ്യാപന ദിനത്തിൽ ജോലിയിൽ നിന്ന് അവധിയെടുത്ത പ്രവാസികൾ രാവിലെ മുതൽ തന്നെ ടെലിവിഷന് മുന്നിലായിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് മാവേല സെൻട്രൽ മാർക്കറ്റിൽ തെരഞ്ഞെടുപ്പ് ഫലം കാണാനെത്തിയത്. സുഹുൽ അൽഫഫിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ബിഗ് സ്ക്രീൻ പ്രദർശനം ഒരുക്കിയത്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയൊരു സമൂഹം പ്രവാസികളുണ്ട് ഈ മാർക്കറ്റിൽ. പ്രത്യേകിച്ചും ഈ മാർക്കറ്റിന്റെ ഈ മാസത്തിൽ ഈ മാർക്കറ്റ് ഇവിടുന്ന് വിട്ടുമാറുകയാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഓർമ്മയാണ് ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇത്തരം ഒരു ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇത്രയും ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു കൂട്ടം, അതിനെ ആര് ജയിച്ചാലും, ഇന്ത്യ മുന്നണി ജയിച്ചാലും NDA ജയിച്ചാലും, പക്ഷേ ഇതൊരു ജനാധിപത്യത്തിന്റെ വിജയമായിട്ടാണ് നമ്മൾ കാണുന്നത്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നെങ്കിലും അത് പാർട്ടിയുടെ നേട്ടത്തെക്കാൾ സ്ഥാനാർത്ഥിയുടെ മികവാണെന്ന് ചിലർ പറയുന്നു. കേരളത്തിൽ BJP ഒരു അക്കൗണ്ട് തുറന്നു എന്ന് പറയുന്നു. അത് BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നതല്ല. ആ തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം അവിടെ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ BJPക്ക് തിരിച്ചടിയാണെന്നുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോഴും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് താമര വിരിഞ്ഞു എന്ന വാർത്ത ഒമാനിലും LDF UDF അനുകൂലികളെ നിരാശയിലാക്കി. മീഡിയ 1 മസ്കത്ത്. ഏകകക്ഷി ഭരണത്തിന്റെ അഹന്തക്കേറ്റ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെന്ന് UAE KMCC പ്രസിഡന്റ് പുത്തൂർ റഹ്മാൻ. ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ശ്രമം വിജയിച്ചു തുടങ്ങിയതായും ഫലം അതാണ് തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുന്നണിയുടെയും UDFന്റെയും വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച ബഹ്റൈനിൽ OICCയുടെയും KMCCയുടെയും നേതൃത്വത്തിൽ വിജയാഘോഷ പരിപാടികൾ നടന്നു. KMCCയുടെയും OICCയുടെയും ആസ്ഥാനങ്ങളിൽ പ്രവർത്തകർ ഒത്തുകൂടി വിജയമധുരം പങ്കിട്ടു. ബർദുബയിൽ UDF അനുഭാവികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിച്ചു. മധുരം വിതരണം ചെയ്തും കേക്ക് മുറിച്ചുമായിരുന്നു ആഘോഷം. ഷക്കീർ കോളയാട്, അഫ്നജ് പഞ്ഞന്നൂർ, ഷാനിഫ് വടകര, സജീർ അഴിയൂർ, നിസാർ എടയാർ, ഹനീഫ് പുന്നോൽ, ജംഷീദ് കൂത്തുപറമ്പ്, യൂസഫ് കുന്നുമക്കര, റിയാസ് പാത്തിപ്പാലം, നവാസ് മുതിയങ്ങാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാവർക്കും നന്ദി.
മുരളീധരന്റെ തൃശൂരിലെ പരാജയം വേദനാജനകമാണെന്ന് ഇൻകാസ് ദുബായ് സെക്രട്ടറി സി സാദിഖ് അലി അഭിപ്രായപ്പെട്ടു. രാജ്യം മുഴുവൻ മതേതരത്വത്തിനായി മുന്നോട്ട് വന്ന സമയത്ത് തൃശൂർക്കാർക്ക് അതിന് കഴിയാതെ പോയെന്നും അദ്ദേഹം പറഞ്ഞു. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പരാജയം നമ്മളെല്ലാം വേദനിപ്പിച്ചിരിക്കുകയാണ്. ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര മുന്നണി പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ ആ പോരാട്ടത്തിൽ പങ്കാളിയാകാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് അല്ലെങ്കിൽ തൃശ്ശൂരുകാരായി നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ സംഭവമാണ്. BJPക്കെതിരെ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ എന്നും മുൻപന്തിയിലുള്ള ശ്രീ കെ മുരളീധരന്റെ ഈ തോൽവി നമ്മളെല്ലാം വേദനിപ്പിക്കുകയാണ്. വടകരയിൽ UDF വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച നൌക ബഹ്റൈൻ പ്രവർത്തകർ ആഘോഷം സംഘടിപ്പിച്ചു. വഴിയാത്രക്കാർക്കും വാഹനങ്ങളിൽ വരുന്നവർക്കും പായസം വിതരണം ചെയ്തു. വോട്ടവകാശമില്ലെങ്കിലും രാജ്യം ആര് ഭരിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഗൾഫിലെ പ്രവാസികൾ. ഇന്ന് രാവിലെ പ്രവൃത്തി ദിനമായിട്ട് പോലും വിവിധയിടങ്ങളിൽ ഒരുക്കിയ ബിഗ് സ്ക്രീനുകൾക്ക് മുന്നിൽ അവർ ഒത്തുകൂടി. വളരുമെന്ന് ഭയന്ന വർഗീയ രാഷ്ട്രീയത്തിന് തിരിച്ചടിയേറ്റതിന്റെ ആഹ്ലാദം പ്രവാസികൾ പങ്കുവച്ചു. രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ രാവിലെ മുതൽ പ്രവാസികളും ടെലിവിഷന്റെ മുന്നിലായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ദുബൈയിലെ ഒരു ഹോട്ടലിലാണ്. അവിടെ ദുബൈയിലെ വ്യവസായ പ്രമുഖരടക്കം ഉള്ളവർ ഫലമറിയാനായി ഒത്തുകൂടിയിട്ടുണ്ട്. ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ചിട്ട് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? ലോക കേരള സഭ അംഗമാണ് ലൈജു ആണോ നമ്മുടെ ഒപ്പം ഉള്ളത്? എക്സിറ്റ് പോളിൽ തികച്ചും അത് തള്ളിക്കൊണ്ട് തന്നെയാണ്. അത് തീരെ ശ്രദ്ധിക്കാതെ എന്തായാലും ഇവിടെ വരണമെന്നും കൂടണമെന്നും ഇതുപോലെ ഒരു റിസൾട്ട് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ ഇത്ര ദൂരെയാണെങ്കിലും നമ്മുടെ പ്രവാസികളുടെ ഉത്കണ്ഠ, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. കൂടാതെ ഇതിനകത്ത് വേറെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് നമ്മളുടെ വോട്ടവകാശം നടത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ അത് ഒരു മെസ്സേജായിട്ട് പറയാനും അത് വേണ്ട രീതിയിൽ എത്തണമെന്നും ആഗ്രഹിക്കുകയാണ് വേണ്ട അതോറിറ്റിയുടെ. ഈ ഒരു മാധ്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ച് നമ്മുടെ ഒരു മതേതര ഭാരതത്തിൽ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഒരു ഇന്ത്യ മുന്നണി പോലുള്ള കാര്യങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണുള്ളത്. തുടങ്ങിയ സമയത്ത് വളരെ നിരാശയോട് കൂടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ആദ്യം ഇവിടെ വന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചിട്ടുള്ളൊരു വിശ്വാസം, അതായത് ഇന്ത്യൻ ജനതയ്ക്ക് ഈ പറയുന്ന മതവിദ്വേഷങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഫേക്ക് ന്യൂസുകളൊക്കെ കേട്ട് അതൊന്നുമല്ല, വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവർ വ്യക്തമായ ഒരു ധാരണയോട് കൂടിയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അവർക്കറിയാം ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ മതവും അതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, അതായത് എനിക്ക് കിട്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട തുണി, അത്തരം സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ എത്രത്തോളം അവർക്ക് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വലിയ ഒരു, അതായത് വലിയ ഒരു ഇലക്ഷൻ വരുന്നു, അതിന് ഇത് മാത്രമാണ്, ഈ ഒരൊറ്റ അവസരം മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേണം ഇതിനൊരു മറുപടി കൊടുക്കാമെന്നുള്ളത് അത് മാത്രമേ പറയുള്ളൂ. ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ള ഇവിടുത്തെ പ്രശ്നമല്ല. പക്ഷെ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഭരണത്തിനെതിരായിട്ട് നല്ലൊരു പ്രതിപക്ഷമുണ്ട്. ഇല്ലായിരുന്ന ഒന്നായിരുന്നു നല്ല പ്രതിപക്ഷം. നല്ല പ്രതിപക്ഷമോ നല്ല ഒരു ഇത്, അപ്പം നല്ലൊരു ഭരണം ഉണ്ടാവും നമുക്ക് വിശ്വസിക്കാം. ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും ഒരിക്കലും മരിക്കില്ല എന്ന് ഇന്ത്യൻ ജനത ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഒന്ന്. രണ്ടാമത്, വെറുപ്പിൻ്റെ കമ്പോളത്തിൽ രാഹുൽ ഗാന്ധി സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്നു. അത് വലിയ പ്രത്യാശ നൽകുന്നു. അതിലൂടെ ഇന്ത്യ വീണ്ടും തിരിച്ചു വരും. പഴയ ഇന്ത്യ 10 കൊല്ലം 20 കൊല്ലത്തേക്ക് പുറകിലേക്ക് കൊണ്ടുപോയ മോദി കൊണ്ടുപോയ ഇന്ത്യ തിരിച്ചു വീണ്ടും വരും. അതാണ് എൻ്റെ സംശയം. പറയാവുന്നത് ഡെമോക്രസിയുടെ ഒരു വലിയ വിജയമാണ്. നമ്മളുടെ പ്രതീക്ഷ, ജനങ്ങളെ മനസ്സിലിരിപ്പ് നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. ഒരു എക്സിറ്റ് പോളിൽ അത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ആ പൈതൃകവും സംസ്കാരവും ഒക്കെ നിലനിർത്തുന്ന ആ എല്ലാ വിഭാഗ ആൾക്കാർക്കും സുരക്ഷിതമായി സമാധാനപരമായ ഐക്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭരണം നമ്മൾ വരണം. അപ്പോൾ നമ്മളെ ഒരു ഡയറക്ഷൻ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്കോ ഏകാധിപത്യത്തിലേക്കോ പോകുന്നതിൽ നിന്ന് ഇതൊരു വലിയ തിരിച്ചുവരവായി ഇതിനെ മാറ്റും. അത് നമ്മുടെ നാടിന് ഗുണം ചെയ്യും. ഉറപ്പായിട്ടും നാളത്തെ ഇന്ത്യക്ക് നമുക്ക് വൻ പ്രതീക്ഷ നൽകും.
വളരെ ആവേശകരമായ ഒരു കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മളെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് കോൺഗ്രസ് നമ്മളെ കൂടുതൽ നല്ല നിലയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സിറ്റ് പോളുകൾ വെറും ഒരു മീഡിയ ഹൈപ്പായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഏകദേശം ഒരു ടൈറ്റ് ക്ലോസ് കോൺടാക്റ്റിലേക്ക് നീങ്ങും. അനദർ 1 hour ഇസ് നിർണായകമാണ്. ഈ 1 മണിക്കൂറിനൂടെ ഒരു 202 സ്റ്റേറ്റാണ് ഇപ്പം നമ്മളെ പിന്നോട്ടടിച്ചത്. ബീഹാറും ഒറീസയും ഒരു ചെറിയ അളവോളം കർണാടകയും. അതർവൈസ് ഇന്ത്യ മുന്നണി വിൽ ബി 290+. സ്റ്റിൽ വി ആർ ഓപ്റ്റിമിസ്റ്റിക്. ദുബൈയിലെ കോൺഗ്രസ് ഇൻഗാസ് പ്രവർത്തകർ ഇലക്ഷൻ ഫലം അറിയാനായി കാത്തിരിക്കുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. ഇതുവരെ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യയെ ഒരു വർഗീയ രാഷ്ട്രീയത്തിലൂടെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് നരേന്ദ്രമോദിക്ക് കൊടുത്ത ഒരു തിരിച്ചടിയാണ് ഇന്ത്യൻ ജനത. ഭൂരിപക്ഷ വർഗീയത എന്നുള്ള ഒന്നില്ല. എല്ലാ ഹിന്ദുക്കളും മതേതരത്വത്തോടുകൂടി ഇന്ത്യയിൽ വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അയോധ്യ കാണിച്ചിട്ട് പോലും UP-യിലടക്കം മോദിക്ക് ഇത്തരത്തിലുള്ളൊരു പ്രഹരം കിട്ടിയത്. 4000 കിലോമീറ്ററുകളോളം കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് ജമ്മു കാശ്മീർ പോലെ ജനങ്ങളുടെ ഹൃദയത്തിലൂടെ സഞ്ചരിച്ച രാഹുൽ ഗാന്ധിയുടെ വിജയമാണ്. പ്രവാസികളെ അടക്കം ഒരുപാട് വാഗ്ദാനങ്ങൾ തന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന് കൊടുത്തിട്ടുള്ള ഒരു വലിയ അടിയായിട്ട് തന്നെയാണ് ഇത് കാണുന്നത്. പ്രവാസികൾ ഞങ്ങളെല്ലാ ആളുകളും ഒരു 80% വരുന്ന ഞങ്ങളുടെ പ്രവർത്തകർ നാട്ടിൽ പോയി പ്രവർത്തിച്ചിരുന്നു. കാരണം ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കേണ്ടത്, ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുന്നത് ഞങ്ങളെയൊക്കെ ആശങ്കയിലാക്കിക്കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ താമസിച്ചതും ജീവിച്ചു പോരുന്നതും. അതിന് കിട്ടിയ ഒരു പ്രതിഫലമാണ് കേരളത്തിൻ്റെ UDF-ൻ്റെ വിജയവും ഇന്ത്യ മുന്നണി. ഏതൊക്കെ എക്സിറ്റ് പോളുകൾ ഉണ്ടായാലും എങ്ങനെയൊക്കെ പെയ്ഡ് മീഡിയ പണിയെടുത്താലും മോഡിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയം അത് ഇന്ത്യയുടെ അന്തസ്സിനും ഇന്ത്യയുടെ ജനാധിപത്യത്തിനും എതിരാണെന്ന് ഇന്ത്യൻ ജനത തെളിയിച്ചിരിക്കുന്നു. എന്താണ് തൃശ്ശൂർ കൈവിട്ട് പോയതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇന്ത്യ ഒട്ടുക്കും മതേതരത്വത്തിന് വേണ്ടി കോൺഗ്രസ് വടപൊരുതുമ്പോൾ കേരളത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിച്ച് ഇടതുപക്ഷം NDAക്ക് ഒരു സീറ്റ് കൊടുക്കുന്ന ഒരു വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ തെരഞ്ഞെടുപ്പിൽ പ്രവാസി സംഘടനകൾ, പ്രവാസി ഇൻഗാസ് സംഘടന വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ കേരളത്തിൽ പോയി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ എന്ന നിലയിൽ ഞങ്ങൾ ഒരുപാട് ആഹ്ലാദിക്കുകയാണ്. കാരണം ഞങ്ങൾ മറ്റൊരു തെരഞ്ഞെടുപ്പിനും ഇല്ലാത്ത വിധത്തിൽ ഈ പ്രവാസ ലോകത്ത് നിന്ന് ആയിരക്കണക്കായ ആളുകളാണ് നാട്ടിൽ പോയത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം വ്യത്യസ്തമാക്കുന്നതിൽ വർഗീയത കൊണ്ട് കുഴിച്ചു മൂടാമെന്ന് കേരളത്തിലും കേന്ദ്രത്തിലും വിചാരിച്ചു. നമുക്ക് വടകര അടക്കമുള്ള പ്രദേശങ്ങളിൽ കാഫിർ പ്രയോഗം നടത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിട്ടത്. എന്നിട്ട് പോലും ജനങ്ങൾ തിരിച്ചറിവിൻ്റെ പാതയിലാണ് എന്ന് ഇത് വ്യക്തമാക്കി തരുന്നു. പ്രവാസി ഇന്ത്യ UAE സംഘടിപ്പിച്ച പ്രവചന മത്സര വിജയികളുടെ പ്രഖ്യാപനവും തെരഞ്ഞെടുപ്പ് വിശകലനവും നാളെ വൈകിട്ട് 7:30 ഓൺലൈനായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുക. റസാഖ് പാലേരി, A. റഷീദുദ്ദീൻ, KK ബാബുരാജ്, PK സാദിഖ് എന്നിവർ പങ്കെടുക്കും. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.